ഇതിന്റെ അൺബോക്സിംഗ് ആണ്. ഇതിന്റെ ചോക്ലേറ്റ് ആണ്. ഇത് പർപ്പിൾ വണ്ടി. ഈ പർപ്പിൾ വണ്ടി പർപ്പിളാ പർപ്പിളാ വേണ്ടത്. ഇത് റോയിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണല്ലോ. ഈ പർപ്പിൾ വണ്ടി എനിക്ക് ഇത് വേണ്ട. വേണ്ട എല്ലാം വേണ്ട. പർപ്പിൾ മാത്രമാണ്. നമ്മുടെ മക്കൾ എന്തായാലും ഇതുപോലെ വേഫർ റോൾസൊക്കെ കഴിക്കുന്ന കുട്ടികൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്കുന്നതിന് പകരം നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡിന് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കൊളാബറേഷനായിട്ട് വന്നത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ മസ്നി വേഫർ റോൾസ്, ഇതിൻ്റെ പേര് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വേഫർ റോൾസ് വാങ്ങിക്കുമ്പോൾ ആ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ചോക്കോ ഫീൽഡും ഒന്ന് മിൽക്ക് ഫീൽഡും വേഫർ റോൾസ് ആണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് റിയലായിട്ട് നിങ്ങൾക്ക് മക്കളുടെ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ ഈ വേഫർ റോൾസ് കഴിക്കുന്നതിലും പകരം ഇതുപോലത്തെ പ്രോഡക്ട്സ് അവൈലബിൾ ആണെന്ന് സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും ഒക്കെ. അപ്പം നല്ലത് തന്നെ വാങ്ങിച്ചു കൊടുക്കുക. റൂയി ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരു പാക്ക് മുഴുവൻ ഇരുന്ന് തീർത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോ പാക്കായിട്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതേ അഭിപ്രായം പറഞ്ഞത്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്, ഒരു ടേസ്റ്റ്, അങ്ങനത്തെ ഒരു ടേസ്റ്റ് വന്ന് നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ് വരുന്നത്. നല്ല സംഭവം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി സാധനം. കുറച്ച് ഒന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. മതി 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 മതി. ഇനി വൈറ്റ് നോക്കണ്ടേ? വൈറ്റ് എന്താ നോക്കട്ടെ? വൈറ്റ് ഇഷ്ടമല്ലല്ലോ റൂഹിക്ക്. മുറ്റത്താകെ പൊടി പിടിച്ച് കിടപ്പാണ്. അവിടെ മുകളിൽ ടൈൽസ് വിരിക്കുന്നതുകൊണ്ട് ആ പൊടി മുഴുവനും, പെയിൻ്റ് അടിക്കാരുടെ പൊടികൾ മുഴുവൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ അതിനിടയിൽ അല്ലെങ്കിലോ മനുഷ്യനാകെ ഇടങ്ങാറായി കിടക്കുകയാണ്. പണിക്കാരും അതിൻ്റെ കച്ചറാക്കലും അതിൻ്റെ കൂടെ ഇക്കാൻ്റെ വക മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പൊക്കെ എടുത്തിട്ട് മാങ്ങ എറിയുന്നുണ്ട്, മാങ്ങ വീഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടും അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റോയി ഇപ്പോൾ അതിൻ്റെ പുറകെ തന്നെയാണ്. ആ സ്റ്റെപ്പുമ്പോൾ മുഴുവനും പൊടിയാണ്. അതവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടിയാണ് കേട്ടോ. കാണുമ്പോൾ വിചാരിക്കും പുതിയ വീടെന്താ ഇങ്ങനെ കാണിക്കണമെന്ന്. എനിക്കും കാണുമ്പോൾ സങ്കടമുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ പണിക്കാരും എല്ലാം കൂടിയായിട്ട് നല്ല രസമാണ് ഇവിടെ വീട്ടിൽ. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇവിടെ വീട് ക്ലീനാക്കൽ. പുറത്തൊക്കെ മുറ്റത്തൊക്കെ എന്നാലേ ക്ലീനായി കിടക്കുള്ളൂ. അപ്പോൾ ഇതാ മാങ്ങ മാങ്ങ എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. അടുത്തത് മിൽക്ക് ഫീൽഡ് മസ്നി വേഫർ റോൾസ് ആണ്. അപ്പം എപ്പോഴും ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റ്സിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിൽ പോകുമ്പോൾ നോക്കുക കേട്ടോ. ഈ ഒരു ബ്രാൻഡിൽ വേഫർ റോൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്കൊന്ന് അഭിപ്രായം പറയും. എന്തായാലും നിങ്ങളിത് മക്കൾക്കിത് വാങ്ങിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കും. അപ്പം നമുക്ക് അറിയുന്ന ബ്രാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചോക്ലേറ്റ്സൊക്കെ നമ്മൾ അറിയുന്ന ബ്രാൻഡ്സെല്ലാം വാങ്ങിക്കുക കൂടുതലും. അപ്പോൾ വേഫർ റോൾസും നമ്മൾ അറിയുന്ന വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി. അപ്പോൾ ഇതിന് പ്രത്യേക നമ്പറും ഞാൻ കൊടുക്കുന്നില്ല. നിങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഈ മസ്നി വേഫർ റോൾസും ചോദിച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും കൂടിയാണ് വേഫർ റോൾസ്. അതായത് GCCയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എറിഞ്ഞ് വീഴ്ത്തിയിട്ട് കിട്ടാനിട്ടതാ മേലെ കയറി തോട്ടിയൊക്കെ ഇട്ടിട്ട് പറിക്കുന്നുണ്ട്. ഇക്കാനെ കാണുമ്പം ആങ്ങളിൻ്റെ പോലെയാണെന്നൊക്കെ പറയാറുണ്ട് ചിലരൊക്കെ. എനിക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. എനിക്കാണ് നെഗറ്റീവ് വരൽ, ഇക്കാക്ക് പോസിറ്റീവ് വരൽ. അപ്പം നാത്തും പോരാന്ന് പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. എന്തായാലും ഒരുപാട് സന്തോഷം അത് കേൾക്കുമ്പോഴേ. ഇവിടെ എത്ര കിട്ടി? പഴുപ്പിക്കാനുള്ളതാ? ഒരു കവർ നിറയൊക്കെ കിട്ടിയാ? ഇത് മുളക് പൊടി ഇപ്പോ? ഇനി നമ്മുടെ വീട്ടിൽ ഈ കിച്ചൺ വ്ലോഗ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസ് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും എനിക്ക് കിച്ചണിൽ പണിയായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡ് വെച്ച് ക്യാമറ ഓണാക്കി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഉച്ചത്തേക്കുള്ള പണികളാണ്. അപ്പോൾ ഇവിടെ ഇത് കാണുമ്പം
ഒരാളെ കാണുന്നുണ്ടാവും കൂടെ. കുറേ ആൾക്കാർ കുറേ മെസ്സേജ് ചോദിച്ചിരുന്നു, പിന്നെ റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. റുക്യാമു, അതായത് മുമ്പ് നമ്മളെ വീട്ടിലുണ്ടായിരുന്ന സഹായത്തിനുണ്ടായിരുന്ന ഒരു ആളുണ്ടായിരുന്നല്ലോ, അവരെവിടെയെന്ന്. അപ്പോൾ അവരവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വന്നിട്ടുണ്ട്, വെറുതെ നമ്മളെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെന്താ പഴയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന്. പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇതുപോലത്തെ സെറാമിക്കിൻ്റെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളുണ്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ ഡെയിലി യൂസിനൊക്കെ ഇതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഡെയിലി യൂസിനൊക്കെ എനിക്ക് സാധാരണ നോർമൽ പാത്രങ്ങളാണ് ഇഷ്ടം. സ്റ്റീലിൻ്റെ പ്ലേറ്റ്, സ്റ്റീലിൻ്റെ സാധനങ്ങൾ, അതൊക്കെ എനിക്കിഷ്ടം. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമ്മളെ കിച്ചന്, അല്ലാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. കറിക്കായിട്ട് ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. റുക്യാമുള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഒരു സഹായമായി. പിന്നെ ഇക്ക പുറത്ത് പോയപ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. കിച്ചൻ്റെ കാര്യമൊന്നും പറയണ്ട. പുതിയ കിച്ചനാണെങ്കിലും എല്ലാം പരന്ന് കിടക്കണം. എനിക്കിങ്ങനെ പരന്നെടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഞാൻ വിചാരിക്കും വേണ്ടി നമുക്കൊന്ന് ഓരോന്ന് ഒതുക്കി വെക്കുമ്പോഴത്തേന് അപ്പുറത്തെ ഭാഗം കേടുവരും. അപ്പോൾ സെറ്റ് ആയിക്കോളും, എല്ലാം കഴിഞ്ഞിട്ട് ഒതുക്കി വെക്കാൻ വിചാരിച്ചിട്ട് വെച്ചതാണൊക്കെ. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുവാണ്. പിന്നെ ഒരു റെസിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കറിയാണെങ്കിലും നമുക്ക് പല രീതിയിലുണ്ടാക്കാം അല്ലേ. ഇന്നത് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. എനിക്ക് ഇതിലൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴ പുളിശ്ശേരി പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അത് മുളക് പൊടി ഇടുന്നവരുണ്ടാവും, കുരുമുളക് ഇടുന്നവരുണ്ടാവും, ശർക്കര ഇടുന്നവരുണ്ടാവും, പഞ്ചസാര ഇടുന്നവരുണ്ടാവും, തൈര് വേറെ ഒഴിക്കുന്നവരുണ്ടാവും, തേങ്ങ അരച്ച് ഇടുന്നവരുണ്ടാവും, ജീരകം ചേർക്കുന്നവരുണ്ടാവും, ജീരകം ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ടാവും. ഇന്ന പോലെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പം നമ്മൾ ആ ഒതൻറ്റിക് ടേസ്റ്റിനേക്കാളും രസം അതല്ലാണ്ട് നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും ഇതിപ്പോൾ എൻ്റെ രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി കേട്ടോ. എനിക്ക് എങ്ങനെയാണോ എളുപ്പം തോന്നുന്നത് അതുപോലെ ഞാൻ ഉണ്ടാക്കും. എല്ലാ കറികളും അങ്ങനെ തന്നെ. കാരണം ചിലർ വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾ കാണിച്ച റെസിപ്പി ഇല്ലല്ലോ നിങ്ങൾ പിന്നെ ചെയ്യുമ്പോൾ ആ ഒരു റെസിപ്പിക്ക് വരുന്നതെന്ന്. ഇപ്പം ചിക്കൻ കറി ആണെങ്കിലും, ചിക്കൻ കറി നമ്മൾ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ചിക്കൻ കറികൾ ഉണ്ടാവില്ലേ. അതിൽ ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ സവോള ഇടും, ചില ദിവസം നമ്മൾ പറയും ചെറിയ ഉള്ളി ഇടണം എന്ന്. അപ്പം ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് വേറെ, സവോളൻ്റെ ടേസ്റ്റ് വേറെ. അപ്പം നമുക്ക് എന്താണോ സൗകര്യം അതുപോലെ ചെയ്യാം. പക്ഷെ വല്ലാണ്ട് റെസിപ്പി മാറ്റാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ റെസിപ്പി ഇപ്പം മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും പച്ചക്കറി ഏത് കറിയാണെങ്കിലും മീൻ കറി ആണെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള അതിലൊരു സംഭവം ഉണ്ടാവില്ലേ, ആ സംഭവം ഒഴിവാക്കരുത്. ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ചൊക്കെ ഇടാം നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാങ്ങയുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റും രസം ഉണ്ടാവുക. അപ്പോൾ ചെറിയ മാങ്ങ കിട്ടിയപ്പോഴും മുത്തശ്ശി തന്നതാണ്, മുത്തശ്ശിൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ തന്നപ്പം ഞാൻ വേഗം അത് ഉണ്ടാക്കി. അത് ഇവിടെ വെച്ചാൽ ഇക്കെടുത്ത് കഴിക്കും. പിന്നെ എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ കിട്ടില്ല. അപ്പോൾ മാങ്ങ, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാരക്ക് പകരം ശർക്കരയും ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക, വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മാങ്ങ എടുത്ത് കഴിക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല മാങ്ങ, എനിക്ക് ചക്കയാണ് ഇഷ്ടം. അപ്പോൾ ഇക്കാനെ കഴിക്കൽ കാണുമ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു പോകും. അങ്ങനെ ഭയങ്കര കൊതി കൂടിയിട്ടാണ് കഴിക്കുക. അപ്പോൾ ഇവിടെ പാത്രങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ക്ലീൻ ആക്കുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു യുദ്ധം തന്നെയായിരിക്കും. നമ്മൾ വിചാരിക്കും സിമ്പിളാണ്, വേഗം പോയിട്ട് വേഗം വരാം ഇത് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട്. പക്ഷേ കിച്ചണിലാണ് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഓരോന്ന് ഒതുക്കി വെച്ച് ഇതാക്കി വരുമ്പോഴേ ഭയങ്കര പണിയാട്ടോ. എന്നും ഈ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് വേറെ ഒതുക്കി വയ്ക്കാനുള്ള സമയം കിട്ടുന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ ഫ്ലാറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറക്കണം. അത് ഒന്ന് കിച്ചണിൽ സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ പുതിയ സാധനങ്ങൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കിച്ചണിൽ നിങ്ങൾ പുതിയ സാധനങ്ങളൊന്നും കാണാത്തത്. ഇവിടെ ആദ്യം തന്നെ എല്ലാം കൂടി ഇറക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ ആദ്യം ഫ്ലാറ്റിൽ നിന്ന് കൊണ്ടുവരുന്നത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കുകയുള്ളൂ കേട്ടോ. എല്ലാം കൂടി എൻ്റെ കലപ്പിലാവുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോർമൽ യൂസിന് ഒരു സാധനങ്ങളും വീഡിയോ എടുക്കാൻ വേറെ സാധനങ്ങളും അങ്ങനെ ഞാൻ വിചാരിക്കണം. അപ്പോൾ ഒരു കിച്ചണിൽ സാധാ പാത്രങ്ങളും ഒരു കിച്ചണിൽ കുറച്ച് സെറാമിക് പാത്രങ്ങൾ, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങൾ, അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ. അങ്ങനെ ഈ പറച്ചിലിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീനൊക്കെ മസാല തേച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ആക്കുന്നുണ്ട്. ചോറ് ഓൾറെഡി റെഡിയായി. ഇനി മാമ്പഴ പുളിശ്ശേരീൻ്റെ സെറ്റാക്കലുണ്ട്, അവിടെ സെറ്റാക്കാനുണ്ട്.
പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഉമ്മാൻ്റെ കൂടെയുള്ള വീഡിയോ ഒരുപാട് ആൾക്കാർ ഭയങ്കര ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. സന്തോഷം. ഉമ്മ എപ്പോഴും വീഡിയോക്ക് നിൽക്കാത്തത് വേറൊന്നുമല്ല, തട്ടിടാറില്ല എന്ന് ആരോ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയിൽ നിൽക്കുമ്പോൾ ഞാൻ കിച്ചണിൽ എപ്പോഴും ഇങ്ങനെയല്ല നടക്കാറ് കേട്ടോ, ഫുൾ സ്ലീവ് ഒന്നല്ല. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നടക്കാറ്. അതേപോലെ തന്നെ ഉമ്മ ചിലപ്പം ഫുൾ സ്ലീവ് ഒന്നല്ല, ഫുൾ സ്ലീവ് ഡ്രസ്സാണെങ്കിൽ പോലും നമ്മൾ കയറ്റി വെക്കില്ല. അതുപോലെ തന്നെ തട്ടൊക്കെ നമ്മൾ വേറെ രീതിയിലാണല്ലോ വെക്കുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് അതിൻ്റേതായ രീതിയിൽ ഒതുക്കി വെക്കണമല്ലോ. അപ്പോൾ ഉമ്മ ഇങ്ങോട്ട് കിച്ചണിലോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ അവിടെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ പൂച്ച വെയിറ്റ് ചെയ്യാം കേട്ടോ ചോറിനായിട്ട്. അപ്പോൾ ചോറപ്പം ഇന്ന് കുറച്ച് ലേറ്റായി, വീഡിയോ എടുക്കലും എല്ലാം കൂടി സംസാരിച്ചിരിക്കലൊക്കെ കൂടി ആയപ്പോഴേ. മാമ്പഴം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം. ഞാൻ തേങ്ങയും എന്താ പറയുക തൈരും ഒരുമിച്ചാണ് ബ്ലെൻഡ് ചെയ്യൽ. ചിലർ തേങ്ങ ബ്ലെൻഡ് ചെയ്തിട്ട് അത് ഒഴിച്ചതിന് ശേഷം തൈര് ലാസ്റ്റ് ഒഴിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ എങ്ങനെ വന്നാലും സംഭവം ടേസ്റ്റാണ്, സംഭവം ഒരേ ടേസ്റ്റ് തന്നെയാണ് വരില്ല, വേറെ പ്രത്യേകം ഒന്നും വരാറില്ല. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിടാറുണ്ട്, ഉലുവ കടുക് പൊട്ടിക്കുന്ന പോലെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എന്താണോ കംഫർട്ടബിൾ ആ രീതിയിൽ ഞാൻ ചെയ്യും. അത് എങ്ങനെ വന്നാലും ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ തന്നെയാണ്. ചിലർക്ക് ചില കൈപ്പുണ്യം ഉണ്ടാവില്ലേ, അത് എനിക്ക് എന്നെ വലിയതാക്കി പറയല്ല കേട്ടോ. എന്തെങ്കിലും കുത്തി കളിക്കാനും ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, അതാണ് രസം. അപ്പോൾ ചിലർ ഇനി എത്ര കാര്യമായിട്ട് ഉണ്ടാക്കിയാലും രസം ഉണ്ടാവില്ല. അപ്പം അത് ചിലർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. എന്തെങ്കിലുമൊക്കെ നാക്കുമ്പം എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെയാണ്. ഞാൻ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ എപ്പോഴും ഭയങ്കര സംഭവമായിട്ട് വീഡിയോ മീൻസ് ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും തരികടൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കും, എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അങ്ങനെ വരുന്ന ചില റെസിപ്പീസാണ് ഞാൻ ചിലപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറ്. അത് അബദ്ധത്തിൽ വീഴുന്ന റെസിപ്പി ഉണ്ടാവില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ മാമ്പഴം അവിടെ റെഡി ആയിട്ടുണ്ട്, അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് തിക്നെസ് കുറച്ച് കുറവാണ് കേട്ടോ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര കട്ടിയിലിനേക്കാളും ഒരു മീഡിയം തിക്നെസ് അല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ മീൻ അവിടെ ഫ്രൈ ആവുന്നുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരി വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയിലോട്ട് കടുക്, ഉലുവക്ക് പകരം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാവും. ഇപ്പോഴാണ് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കണം, നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള പാത്രം അവിടെ ചൂടായിട്ട് കുറേ നേരമായിട്ട് പുക അങ്ങനെ പൊന്തുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുക്, ഉലുവ അതൊക്കെ ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. ഇന്ന് റുക്കിയാമും കൂടി ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, വേഗം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റുക്കിയാമ്മ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് വേറൊരു താത്ത ഉണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി കഴിയാത്തതുകൊണ്ടാണ് ആ താത്തനോട് വരാൻ പറയാത്തത്, അവർ ദൂരെ നിന്ന് വരുന്നതാണ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാഹ് ഇതൊക്കെയാണ് നമ്മളെ വീഡിയോയിലെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ടില്ല. ആരൊക്കെയോ പറഞ്ഞിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറ് കഴിക്കണമെന്ന്. എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഇരുന്ന് ചോറ് കഴിക്കാറ്. ചില സമയത്ത് ഇക്കാക്ക് വേഗം വിശക്കും, അപ്പോൾ ഇക്ക നേരത്തെ ചോറ് കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇക്കാൻ്റെ സമയത്ത് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റണമെന്നില്ല, കാരണം നമ്മൾ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പണി കഴിയാണ്ട് ചോറ് കഴിച്ചെന്നാൽ പിന്നെ ആകെ ക്ഷീണമാവും. അപ്പോൾ അതൊക്കെയാണ് വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും മാമ്പഴ പുളിശ്ശേരി നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എൻ്റെ പറച്ചിൽ കേട്ടിട്ട് അതേപോലെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പിന്നെ എന്താ, അപ്പം അടുത്ത നല്ല അടിപൊളി വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എല്ലാ വീഡിയോയിലും ഞാൻ പറയേണ്ട ഒരു അവസ്ഥയാണിത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ പ്രാവശ്യം ലൈക്ക് ചെയ്യാൻ പറയുന്ന വീഡിയോയിൽ മാത്രം ലൈക്ക് വരാറുള്ളൂ, എല്ലാവരും മറന്നു പോകാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഈ ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ പേരിലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.